നമസ്കാരം. UDFന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കേരളത്തിലെ ഏറ്റവും അടിത്തറയുള്ള ജില്ലകളിലൊന്നാണ് എറണാകുളം. എറണാകുളത്ത് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ LDF മുന്നേറുമ്പോഴും പാർലമെൻറ്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിലും ഒക്കെ തന്നെ UDFന് തന്നെയായിരിക്കും എല്ലാ കാലത്തും മേൽക്കൈ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ സീറ്റുകളിൽ മത്സരിക്കാനുള്ള നേതാക്കന്മാരുടെ ആവശ്യവും ഏറുകയാണ്. എറണാകുളം ജില്ലയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. മറ്റു പല ജില്ലകളിലും ഘടകകക്ഷികൾ കൂടി വിധിച്ച് കൊടുക്കേണ്ടി വരുമ്പോൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകളും കോൺഗ്രസ്സിന് തന്നെയാണുള്ളത്. കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഘടകകക്ഷികൾക്ക് നൽകേണ്ടി വരുന്നത്. പിറവം പോലെയുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്, അതല്ലെങ്കിൽ കളമശ്ശേരി മുസ്ലിം ലീഗിനൊക്കെ കൊടുക്കേണ്ടി വരും. ബാക്കി കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിൻ്റെ കൈവശം തന്നെയാണ് ഉള്ളത്. ഇവിടെയാണ് ഒരു പ്രശ്നം ഉയരുന്നത്. എല്ലാ നേതാക്കൾക്കും മത്സരിക്കണം. എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണോ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പട്ടിക വരാൻ വൈകുന്നത് എന്നുള്ള സംശയം പോലും ഉയരുകയാണ്. ഇതിനിടയിലാണ് ചില രസകരമായ സംഭവങ്ങൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്നത്. എറണാകുളം ജില്ലയിലെ കൊച്ചി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ KPC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസ് സ്ഥാനാർത്ഥിയായി ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അവിടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ദീപ്തി മേരി വർഗീസിനായി പോസ്റ്റർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തയായി മാറുകയാണ്. സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ആരാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ദീപ്തി മേരി വർഗീസിൻ്റെ അറിവോടുകൂടി തന്നെയാണോ ഈ പോസ്റ്റർ ഇറങ്ങിയതെന്ന് അറിയില്ല. അതോ അവർ തന്നെയാണോ ഇത് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം വ്യക്തം. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ്റെയൊക്കെ പേരായിരിക്കും ഈ ഓരോ പോസ്റ്ററിന് താഴെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ചുമതലപ്പെട്ട ഒരു വ്യക്തി കാണും. അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും ഈ പോസ്റ്ററിൻ്റെ എണ്ണം, അതുപോലെ ഇറക്കിയ ആളുടെ പേര്, ഇതെല്ലാം തന്നെ താഴെ രേഖപ്പെടുത്തണം എന്നും നിയമമുള്ളതാണ്. ഒരുപക്ഷെ ഇത് കോൺഗ്രസ്സാണ് പാർട്ടി, അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ദീപ്തി മേരി വർഗീസിന് പാരപണിയാൻ വേണ്ടി ചെയ്തതാണോ ഇത് എന്നുള്ള സംശയവും സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ദീപ്തി മേരി വർഗീസോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ ആരും തന്നെ ഇതേക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക്, കൊച്ചിയിലേക്ക് എറണാകുളം DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിൻ്റെ പേരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതേസമയം KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസിന് വേണ്ടി സജീവമായ അദ്ദേഹം രംഗത്തുണ്ടെന്ന് പറയുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സജീവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായ മുഹമ്മദ് ഷിയാസിന് ഈ സീറ്റ് നൽകാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള നീക്കങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ DCC അധ്യക്ഷന്മാരിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു DCC പ്രസിഡന്റാണ് അദ്ദേഹം. പ്രവർത്തകർക്ക് എവിടെ ഏത് നേരത്ത് ഒരു ആവശ്യം വന്നാലും ആ സെക്കൻഡ് അവിടെ ഓടിയെത്തി പോലീസിനെയോ അതുപോലെ മറ്റാരെയും വകവയ്ക്കാതെ സധൈര്യം മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് മുഹമ്മദ് ഷിയാസ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിന് ഒരു ഉറപ്പുള്ള സീറ്റ് നൽകണമെന്നുള്ളതും കോൺഗ്രസിൻ്റെ ഒരു ആഗ്രഹമാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ കൊച്ചി സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം, എറണാകുളം ജില്ലയിൽ പല മണ്ഡലങ്ങളിലും ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് മുൻതൂക്കമുള്ളതാണ്. പ്രത്യേകിച്ച് കൊച്ചി മണ്ഡലത്തിലും ലത്തീൻ സമുദായത്തിന് വളരെ മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ലത്തീൻ സമുദായ നേതാക്കൾ പലരും ഇപ്പോഴും പരസ്യമായി തന്നെ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്ക് ഈ സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു പരിധിവരെ രണ്ടും കൽപ്പിച്ച് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതേ മണ്ഡലത്തിൽ മറ്റൊരുപാട് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെ താമസിക്കുന്നവരാണ്. അതുപോലെ ഒരുപക്ഷെ മുഹമ്മദ് ഷിയാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ കാണും. അതുപോലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ അവിടെ കാണും. അതൊന്നും കണക്കിലെടുക്കാതെ കോൺഗ്രസ് പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഇവിടെയും സമുദായം മാത്രം നോക്കിയാണോ സ്ഥാനാർത്ഥി നയിക്കുന്നത്, അല്ലെങ്കിൽ സമുദായ നേതാക്കൾ പറയുന്നിടത്താണോ അവർ അനുസരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം ഉയരാതെ വന്നാൽ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസിനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മുതിർന്ന നേതാവാണ്, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചി മേയറാകുമെന്ന് എല്ലാവരും കരുതിയതാണ്. അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊച്ചി മേയറാക്കിയില്ല. ആ സമയത്ത് അവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകാവുന്ന ഒരുപക്ഷെ പാർട്ടി വാക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ചർച്ചാ വിഷയമാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ തിരഞ്ഞെടുപ്പാവുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റർ അച്ചടിച്ചിറക്കുക എന്നുള്ളത് വളരെ അപൂർവ സംഭവമാണ്. ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വളരെ നേരത്തെ നടത്തുമെങ്കിൽ പോലും ഒരു അംഗീകൃത ദേശീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഈ പോസ്റ്റർ ഇറക്കുക എന്നുള്ള വളരെ അപൂർവമായൊരു പ്രതിഭാസവും കൊച്ചിയിലെ ജനങ്ങൾ കാണുകയാണ്.